ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇലയടയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ചെറിയതായിട്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ടുള്ള ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചീനച്ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വഴണ്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടുമ്പോഴാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു ചിക്കൻ വേകുന്നതിനുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതേ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പിലയാണെങ്കിലും ആഡ് ചെയ്താൽ മതി. മല്ലിയില ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ മാവാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ടൊരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് 250 ml കപ്പ് അളവിൽ 1/2 കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ അതിലേക്ക് 1 കപ്പോളം തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാടങ്ങ് ടൈറ്റായിട്ടും ആയി പോകരുത്, ഒരുപാടങ്ങ് ലൂസും ആയി പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നതനുസരിച്ചുള്ള വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിത് അട റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു പ്ലേറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ നമ്മൾ ദോശ മാവൊക്കെ പരത്തി എടുക്കുന്നത് പോലെ നമ്മൾ മാവ് എടുത്തൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് വേണം പരത്തി എടുക്കാനേ. ഇനി നമ്മൾ മാവൊക്കെ ഒന്ന് പരത്തിയ ശേഷമാണ് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് ഒരു വശത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് അട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഞാൻ ഇഡലിപ്പാത്രം ഒന്ന് ആവി കയറാനായിട്ട് നല്ലതായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അട തയ്യാറാക്കിയ ഉടനെ തന്നെ നമ്മൾ ഇഡലിച്ചെമ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അട പരത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഇഡലിച്ചെമ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റോളം നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ ചിക്കൻ അട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരെണ്ണം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അട ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ആ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ഒന്ന് മുറിച്ച് നോക്കാവേ. കണ്ടോ, നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള ഈസി ആൻഡ് വെറൈറ്റി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.